ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകളുടെ സിസ്റ്റം, അതിലുള്ള ആ തകരാറ് എന്നും നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നാലും നടക്കുന്നില്ല. കാരണം വളരെ സങ്കടകരമായ ഒരു കാര്യം ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാനിടയിൽ. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാതൃഭൂമിയിലുണ്ട്, കേരളാമതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉഷ ജോസൂട്ടി എന്ന് പറയുന്ന 51കാരി സഹോദരി, അവർ 2021 മെയ് 10 ഈ അവരുടെ ഗർഭാശയത്തിലുള്ള ഒരു മുഴ നീക്കം ചെയ്യാനായിട്ട് ഒരു സർജറിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിധേയായി. സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയി. അന്ന് മുതൽ അങ്ങ് വലിയ കഠിനമായ വയറുവേദന, അതുപോലെ തന്നെ കൂടെ മൂത്രത്തിൽ നിന്നിലൂടെ രക്തം വരിക. അതൊക്കെ അവിടെ പിന്നെ ചെന്നു ആശുപത്രി ഇതൊക്കെ പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ട് ചെന്നപ്പം പറഞ്ഞു അത് അവിടെ ഉള്ള ഇൻഫെക്ഷനൊക്കെയാണ്, അതൊക്കെ അങ്ങ് മാറിക്കോളും, അതിന് മരുന്ന് കഴിച്ചാൽ മതി, കഠിനമായ വേദന സംഹാരികൾ ഒക്കെ കുറിച്ച് കൊടുക്കും, അതെല്ലാം വാങ്ങിച്ച് കഴിക്കും, തൽക്കാലം ഒരു ആശ്വാസം തോന്നും ഈ മരുന്ന് കഴിക്കുമ്പോൾ. കാരണം വേദന ഇല്ലാത്തതല്ല, ഈ ബ്രെയിനിലെ വേദന ഡിറ്റക്റ്റ് ചെയ്യുന്ന ഭാഗത്തിനെ തളർത്തുന്നതാണ് ഈ മരുന്ന്. അപ്പോൾ അതോടുകൂടി വേദന അറിയത്തില്ല എന്നുള്ളേ ഉള്ളൂ. വേദന അവിടെ ഉണ്ട്, പക്ഷേ അതറിയുകയല്ല. അങ്ങനെ പോയി മൂത്രത്തിലൂടെ വീണ്ടും ധാരാളം രക്തം വരാൻ അത് തുടങ്ങി. പല സ്ഥലത്ത് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവസാനം ട്രീറ്റ് ചെയ്തു. എല്ലായിടത്തും നോക്കുമ്പോൾ പറയുന്നത് അവിടെ ഒരു അണുബാധയുണ്ട്, അതിൻ്റെയാണ്, അതങ്ങ് മാറും എന്ന് പറഞ്ഞ് ഓരോ മരുന്ന് കുറിച്ച് കൊടുക്കും. അത് അത്ര വലിയ ആൻറ്റിബയോട്ടിക്കുകളും എല്ലാം കൊടുത്തു ഈ സഹോദരിക്ക്. അപ്പോൾ 5 വർഷമായി ഈ സർജറി കഴിഞ്ഞിട്ട്. അവസാനം ഒരു യൂറോളജി ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് ചെന്നു. അയാൾ മിടുക്കനായിരുന്നു കേട്ടോ. പരിശോധിച്ച് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, അയാൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എഴുതി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ അയാൾ എഴുതി ഇവിടെ ഒരു എക്സ്റേ എടുക്കാനായിട്ട് എഴുതി. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഈ എക്സ്റേ എടുത്ത് നോക്കുന്നത്. പിന്നെ എക്സ്റേ എടുത്തപ്പോൾ എന്താണെന്നറിയോ, ഒരു മുഴുവൻ കത്രിക വയറ്റിനകത്ത് കിടക്കുകയാണ്. ഏതായാലും കത്രിക വിഴുങ്ങിയെന്ന് പറയാൻ ഒക്കത്തില്ല, അത് വിഴുങ്ങാൻ ഒക്കത്തില്ല, അതൊരു ഭാഗത്തൂടെയും കയറ്റാനും പറ്റത്തില്ല അകത്തോട്ട്. ഏതായാലും ഒരു മുഴുവൻ കത്രിക, അതിൻ്റെ പടങ്ങളെല്ലാം പത്രങ്ങളിലുണ്ട്, കിടക്കുകയാണ് വയറ്റിൽ, സ്റ്റീൽ കത്രിക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നേരെ ഇതും കൊണ്ട് മെഡിക്കൽ കോളേജ് ചെന്നു. മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് ഒരു ശസ്ത്രക്രിയയിലൂടെ ഇത് വെളിയിലെടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് പേടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ. കാരണം ഇതുപോലുള്ള പരിപാടികളല്ലേ ഒപ്പിച്ചു വിടുന്നത്. എന്നിട്ട് എത്രയോ നടന്നിട്ട് ഈ സഹോദരിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്നാലും ഇതൊന്ന് എടുത്ത് നോക്കണം, ഇതെന്താ പ്രശ്നം എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നില്ലല്ലോ. അവസാനം ഒരു യൂറോളജിയിലെ ഒരു ഡോക്ടർ, അത് ആ മെഡിക്കൽ കോളേജിലേ അല്ല, വെളിയിലാണ്, അവിടെ പോയി നോക്കി. ഏതായാലും അന്നേരമാണ് ഈ വിവരം മനസ്സിലാവുന്നത്. എന്നിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഒരു ഉപദേശം കൊടുത്തു കേട്ടോ, ഇത് പുറത്ത് പറയല്ലേ എന്ന്. എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, പക്ഷേ അത് പുറത്തു പറയാൻ പാടില്ല. ഇതാണ് പ്രശ്നം. ഏതായാലും ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ തയ്യാറായില്ല. ഈ സഹോദരി പുന്നപ്രക്കാരിയാണ്. പുന്നപ്ര തെക്ക് 5-ാം വാർഡിൽ താമസിക്കുന്നവരാണ് അവർ. അത് 51 വയസ്സുണ്ട്. ഇവർ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഭർത്താവ് കൂലിപ്പണിക്കാരനും. വേറെ വരുമാനമൊന്നുമില്ല. ഉണ്ടായിരുന്ന വീട്, ഇവർ താമസിച്ചിരുന്ന വീട് നശിച്ചു പോയി. കാരണം അത് അത്രയും ജീർണിച്ചു പോയി, അവിടെ താമസിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇപ്പം വാടകയ്ക്ക് ഒരിടത്ത് താമസിക്കുകയാണ്, ഒരു വാടക വീട്ടിൽ. അവരുടെ ഫൈനാൻഷ്യൽ ബർഡൻ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. അന്ന് മുതൽ ഇവർ നടക്കുക. ഈ ജോലി ഈ സഹോദരി ചെയ്യുമ്പോഴൊക്കെ ഈ വേദനയും അതികഠിനമായ വേദനയും സഹിച്ചുകൊണ്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ഒരു മനുഷ്യജീവിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. യവന്മാരൊക്കെ സർജറി നടത്തുമ്പം എന്ത് അശ്രദ്ധമായിട്ടാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. മെഡിക്കൽ കോളേജുകളിൽ കത്രി എടുത്ത് വയറ്റിനകത്ത് വെക്കുക. അതിപ്പോൾ ഇത് എത്രാമത്തെ സംഭവമാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച സംഭവം നമുക്കറിയാമല്ലോ. ഇതേപോലെ വയറ്റിനകത്ത് കത്രിക മറന്നു വെക്കുന്നതാണെന്ന്. എളുപ്പമുള്ള കാര്യമല്ലേ? സർജറി നടത്തുമ്പോൾ ഇതിനകത്തോട്ട് എടുത്തിട്ടു.
അവിടെ ഈ കത്തിരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പിന്നെ നോക്കുന്നത്, പിന്നെ ഇതെല്ലാം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഇത് അനങ്ങില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാവങ്ങളല്ലേ, മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. ഇതാണ് സിസ്റ്റം. എന്ത് ഒന്നാന്തരം സിസ്റ്റം എന്നറിയാമോ? ഈ സർജറി ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ, ആരാണെന്ന് പറഞ്ഞാൽ അയാളെ പിടികൂടണം, അയാൾക്കെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അയാളെ സർവീസിൽ നിന്ന് കളയണം. കാരണം ഇയാളെ ഒന്നും ഈ മെഡിക്കൽ പ്രൊഫഷന് കൊള്ളുന്ന ആളല്ല. ഇതുപോലെ ഈ രീതിയിൽ ഇത്രയും അശ്രദ്ധ കാണിക്കുന്ന ഒരാൾ എന്ന് പറയുന്നവർ. ഏതായാലും ഇപ്പോൾ ആ സഹോദരി എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നേക്കുകയാണ്. കാര്യം ആലപ്പുഴ ആശുപത്രി മെഡിക്കൽ കോളേജിൽ വിശ്വാസമില്ല അവിടെ പോകാൻ. വയറ്റിനകത്ത കത്രിയ ഇനി എടുത്ത് കാണണം. നമുക്ക് ആ കത്രിയയുടെ രൂപമൊക്കെ ഒറിജിനൽ കാണാം വെളിയിൽ, വലിയ താമസമില്ലാതെ. ഏതായാലും വളരെ സങ്കടകരമാണ്. ഇതാണ് ലോകോത്തര നിലവാരത്തിലുള്ള സിസ്റ്റം. പറയുന്ന കേട്ടല്ലോ, അതായത് പ്രസവം നിർത്തിപ്പോയ സ്ത്രീയാണെന്നുണ്ടെങ്കിലും ഈ ഇന്നത്തെ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജുകളിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്രസവിക്കണമെന്ന് തോന്നും എന്ന് പറഞ്ഞ് വേറെ ആരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാർസ് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ ഒരു വാചകമാണ്. അദ്ദേഹത്തിന് ഒരു സെമിത്തേരി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുപോയി. നല്ല നീറ്റായിട്ട് അലങ്കരിച്ച് റെഡിയാക്കിയ ഒരു സെമിത്തേരി, നല്ല വെൽ മെയിൻറ്റെയിൻഡാണ് ആ സെമിത്തേരി. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുപോയി. കണ്ടുപോയപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞു, ഈ സെമിത്തേരിയെ കണ്ടാൽ ആർക്കും ഒന്ന് മരിക്കണമെന്ന് തോന്നും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകം, വേറൊന്നുമല്ല. ഏതായാലും കൊള്ളാം, സിസ്റ്റം വളരെ മുന്നേറുന്നുണ്ട്, ലോകോത്തര നിലവാരമാണ്. നമ്മൾ വിദേശികൾ പോലും ഇവിടെ വന്ന് ഇനി ചികിത്സയെടുക്കും. പക്ഷേ ഇവിടെയുള്ള ആളുകൾ വിദേശത്തേക്ക് പോവുകയാണ് ചികിത്സയ്ക്ക്. അതിന് വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ടല്ലോ. ആരാന്ന് ഞാൻ പറയുന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ നാണം കണ്ട കാര്യമില്ല. ഏതായാലും ഇതാണ് സംഭവം. കൊള്ളാം.